മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് പുതിയ ഉത്തേജനവും പുതിയ ദർശനവും നൽകുന്ന ഇതുപോലെ മനോഹരമായ ഒരു മിഷണറി വിവരണങ്ങൾ അടങ്ങിയ പുസ്തകം വേറെയില്ല. അതുകൊണ്ട് മിഷണറി പ്രവർത്തനങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർ പ്രവർത്തികളുടെ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം. നമുക്ക് 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിലെ മെയിൻ വിഷയം പൗലോസിന്റെ റോമിലേക്കുള്ള യാത്രയാണ്. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് ഈ ഭാഗം ചിത്രീകരിക്കുമ്പോൾ പ്രത്യേകമായി ചില ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുന്നത് പ്രയോജനമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം. 4 സുവിശേഷങ്ങളുടെയും ഒടുവിലേക്ക് നമ്മൾ വരുമ്പോൾ ആ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയ 4 വ്യക്തികളും യേശു ക്രിസ്തുവിന്റെ അവസാന ഈ ലോകത്തിലെ ഐഹിക ജീവിതത്തിന്റെ അവസാന ഘട്ടം ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് യെരുശലേമിലേക്കുള്ള യേശു ക്രിസ്തുവിന്റെ യാത്രയും യെരുശലേമിൽ വെച്ച് തനിക്കുണ്ടായ കഷ്ടതയും മരണവും പുനരുത്ഥാനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 സുവിശേഷത്തിന്റെ അവസാന അധ്യായങ്ങൾ ഈ വിഷയങ്ങളാണ് ക്രോഡീകരിച്ച് എഴുത്തുകാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ലൂക്കോസ് പൗലോസിന്റെ ജീവിതയാത്രയുടെ അന്ത്യത്തെ കുറിക്കുമ്പോൾ താൻ യെരുശലേമിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. പൗലോസ് യെരുശലേമിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം താൻ കൈസരിയിലേക്ക് പോയി. തന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ സംഭവം യെരുശലേം മുതൽ ഉള്ള വിവരണങ്ങൾ മുന്നോട്ട് നീങ്ങി ഒടുവിൽ ചെന്ന് ചേരുന്നത് റോമിലാണ്. അവിടെ വെച്ച് പൗലോസ് ഒരു ക്രൈസ്തവ രക്തസാക്ഷിയായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. നോക്കുക, യേശു ക്രിസ്തുവും പൗലോസും തമ്മിലുള്ളതായ ആ ജീവിത ബന്ധം എത്ര ശ്രേഷ്ഠമേറിയതായിരുന്നു. തന്റെ ആഗ്രഹം യേശു ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തണം എന്നാഗ്രഹിച്ചവൻ യേശു ക്രിസ്തുവിന്റെ ജീവിതാന്ത്യവുമായി തന്റെ ജീവിതം ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് വളരെ മനോഹരമായ ഒരു ചിത്രീകരണമാണ്. കർത്താവിന് സ്തോത്രം. ഈ പ്രവർത്തകരുടെ പുസ്തകത്തിൽ വെറും വീരസാഹസ പ്രവർത്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ മനുഷ്യൻ ചെയ്തതായ കുറെ കാര്യങ്ങൾ, സംഭവ വികാസങ്ങൾ വിവരിക്കുക എന്നുള്ളതല്ല എഴുത്തുകാരനായ ലൂക്കോസ് ആഗ്രഹിക്കുന്നത്. പ്രത്യേക ഒരു മിഷണറി വീരന്റെ ജീവിതത്തിലെ അഭിലാഷത്തെ കഷ്ടതയിലൂടെ ദൈവവാഗ്ദത്തങ്ങളെ ദൈവം എപ്രകാരം സഫലമാക്കി തീർത്തു എന്നതിന് ഒരു ദൃക്സാക്ഷി വിവരണമാണ് നമുക്ക് അതിനകത്ത് കാണുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം. ഇത് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളം വളരെ പിടച്ച് വികസിക്കേണ്ടതും കർത്താവുമായി നമ്മുടെ ഹൃദയത്തെ അത് വീണ്ടും ബന്ധപ്പെടുത്തേണ്ടതും ഏറ്റവും ആവശ്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതം പ്രതികൂലങ്ങൾ കഷ്ടങ്ങളും നിറഞ്ഞതാണെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, സർവജ്ഞാനിയായ ദൈവം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചെടുക്കുന്ന വഴിത്താരയാണ് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കഷ്ടങ്ങളും എന്ന് നമുക്കിതിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം. കൈസരിയയിൽ ആയിരുന്ന പൗലോസിനെ അവിടെ നിന്നും റോമിലേക്ക് അയക്കണം എന്ന അതേ ഓർഡർ വന്നതോടുകൂടെ പൗലോസിനെ കയറ്റി കൈസരിയിൽ നിന്ന് ഒരു കപ്പൽ യാത്ര പുറപ്പെടുകയാണ്. ഏതാണ്ട് 276 പേരടങ്ങുന്ന ഒരു സംഘം ആ കപ്പലിലുണ്ട്. വളരെ സുദീർഘമായ ഒരു യാത്രയാണ് കൈസരിയിൽ നിന്ന് അക്കാലത്ത് റോമിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്. പൗലോസിനോട് കൂടെ യാത്ര ചെയ്യുന്ന സന്തത സഹചാരിയായിരുന്നു ലൂക്കോസ്. താനും ഈ യാത്രയിലുണ്ട്.
കൂടാതെ തെസ്സലോനിക്കക്കാരനായിരിക്കുന്ന അരിസ്തർഹോസും തന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഈ യാത്രക്കാരെ കുറിച്ച് ഉള്ള വിവരണം ഇവിടെ പറയുമ്പോൾ അവരുടെ മേലധികാരിയായി അവരെ നോക്കുവാനായിട്ട് ഔഗസ്തിയോസ് പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ സംഘം യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കപ്പലിലുള്ളതായ പൗലോസ്, ലൂക്കോസും തന്റെ സഹയാത്രക്കാരനായിരിക്കുന്ന അരിസ്തർഹോസും ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ റോമിലേക്ക് പോകുന്ന അതായത് അന്നത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട് അവിടേക്ക് കൊണ്ടുപോകുന്നതായ ആളുകൾ, അതായത് ജയിലിൽ കിടന്നവരെയാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആളുകളെ കൊണ്ടുപോകുന്നവരുടെ വിസ്തരിക്കുവാൻ വേണ്ടി പോകുന്നതല്ല, പൗലോസിനെയാണ് അവിടെ വിസ്തരിപ്പാനായി കൊണ്ടുപോകുന്നത്. എന്നാൽ ബാക്കി ആളുകളെ അവിടേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചരിത്രം പറയുന്നത് അവരുടെ വധശിക്ഷ നടപ്പിലാക്കുവാനാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തിലേക്ക് പോകുന്നു. അതിൽ പല നിലയിലുള്ള ആൾക്കാരുണ്ട്. അവരടുത്ത തീരത്ത് എത്തിക്കഴിയുമ്പോൾ ഒരു കൂട്ടരെ വധശിക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകും, ഒരു കൂട്ടരെ അതേ കോടതിയുടെ മുമ്പിൽ നിർത്തുവാനായി കൊണ്ടുപോകുന്നു. ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന ജീവിതങ്ങൾ, അവരുടെ ജീവിതയാത്ര നമ്മുടെ ജീവിതയാത്രയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം എല്ലാവരും ഈ ജീവിതം, ഈ സമുദ്രത്തിൽ, അതേ ജീവിതമാകുന്ന നൗകയിൽ ഒരു എതിർ ദിശയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ കൂടെ അനേകർ യാത്ര ചെയ്യുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അവരുടെ യാത്രാമധ്യേ ചിലർ മരിച്ചു പോയെന്നിരിക്കാം, യാത്രാമധ്യേ ചിലർ പിന്മാറിപ്പോയെന്നിരിക്കാം, യാത്രാമധ്യേ ചിലർ അതേ രക്ഷിക്കപ്പെട്ടെന്നിരിക്കാം. ഈ സമുദ്രത്തിലെ ഭീകരമായ യാത്രയുടെ നടുവിൽ നാമും അവരും ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചുള്ളതോളം വലിയ പ്രത്യാശ, ഒരു ശുഭ തുറമുഖത്ത് നമ്മൾ താമസമേന എത്തിച്ചേരും എന്നതാണ് നമ്മുടെ വലിയ പ്രത്യാശ. ഓർത്ത് നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. ഈ 276 അംഗങ്ങൾ അടങ്ങുന്ന ഈ സംഘം കൈസരിയിൽ നിന്ന് അപകടപൂർണമായ ഒരു യാത്രയ്ക്കായി പുറപ്പെട്ടു. നിരവധി പ്രാവശ്യം അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഏർപ്പെടുവാൻ ഇടയായി തീർന്നു. അതെ, പല തീരത്ത് ആ കപ്പൽ അടുക്കേണ്ടി വന്നു. പല കൊടുങ്കാറ്റുകളുടെ നടുവിൽ ആ കപ്പൽ ആടി ഉലയേണ്ടതായിട്ട് വന്നു. ഇവിടെയെല്ലാം ദൈവത്തിന്റെ ദാസനായ പൗലോസ് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് ഇന്ന് പകൽക്കാലം പഠിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതയാത്രയിൽ, ഈ കപ്പൽ യാത്രയിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുവാൻ ഈ ഭാഗം ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. കർത്താവിന് സ്തോത്രം. കൈസരിയിൽ നിന്ന് പോകുന്ന കപ്പൽ അന്നത്തെ കാലത്ത്, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് സ്റ്റീം കപ്പലുകളൊന്നുമില്ല. അത് മോട്ടോർ ഘടിപ്പിച്ച കപ്പലുകളല്ലത്. ഇതെല്ലാം വലിയ പാമരങ്ങൾ കൊണ്ട് മരം നാട്ടി അവത്തിൽ വലിയ കെട്ടി കാറ്റിന്റെ ഗതി കൊണ്ട് യാത്ര ചെയ്യുന്ന അതേ കപ്പലാണത്. കപ്പൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, വലിയ പത്തേമാരി അല്ലെങ്കിൽ വലിയ വള്ളമാണത്. അല്ലാതെ ഇന്നത്തെ പോലെ ആധുനിക രീതിയിൽ ഉണ്ടാക്കിയ കപ്പലല്ല. അത് തടി കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ യാനമാണ്. അത് യാത്ര പോകുന്നത് കാറ്റിന്റെ ദിശ അനുസരിച്ച് മാത്രമേ പോകുവാൻ കഴിയത്തുള്ളൂ. ചില വള്ളങ്ങൾ അല്ലെങ്കിൽ ചില യാനങ്ങൾ അവർ ഉപയോഗിച്ച് തുഴഞ്ഞാണ് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ ഗതി വളരെ
വളരെ പതുക്കെയായിരിക്കും. കാറ്റിന്റെ ഗതി അനുസരിച്ച് പോകുന്നതും കാര്യം വളരെ പതുക്കെയാണ് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെയുള്ളതായ ഒരു യാനത്തിലാണ് പൗലോസ് കൈസരിയയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത്. ആദ്യത്തെ ഏതാണ്ട് 80 മൈൽ പോയി കഴിഞ്ഞപ്പോൾ അവർ അടുത്ത ഒരു തുറമുഖത്ത് എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. ആ തുറമുഖത്തിന്റെ പേര് 27-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്തുണ്ട്. സീദോനിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. സീദോനിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു എന്ന് നാം വായിക്കും. ആദ്യമായി ഈ യാത്രയിലെ ഒരു പദപ്രയോഗമാണ് യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു. ആ കപ്പലിൽ 276 പേരുണ്ട്. എന്നാൽ അവരിൽ ഒരുവനെ പോലെ മാത്രമേ പൗലോസ് ഉള്ളൂ. കാരണം താൻ ഒരു തടവുകാരനാണ്. താനും റോമിലേക്ക് പോകുന്ന ഒരു തടവു പുള്ളിയാണ്. പക്ഷേ ആ മനുഷ്യൻ ആരാണെന്ന് ഈ ശതാധിപൻ തിരിച്ചറിഞ്ഞു. ആ മനുഷ്യനോട് ദയ കാണിച്ചു. പൗലോസിനെ അവിടെ ഇറക്കി. അവിടെ പൗലോസ് ഇറങ്ങിയത് ഒരു സ്വതന്ത്രനായിട്ട് തന്റെ സഹോദരന്മാരെ കാണുവാൻ, അവരുമായി ക്ഷേമം അന്വേഷിക്കുവാൻ തനിക്ക് അവസരം ദൈവം അവിടെ വെച്ച് ഒരുക്കി കൊടുത്തു. ഇത് നമ്മൾ മനസ്സിലാക്കണം. തന്റെ ഭക്തന്മാരോട് ദൈവത്തിന്റെ കരുണയുടെ കരം എത്ര ശ്രേഷ്ഠമേറിയിരിക്കുന്ന ഒന്നാണ്. യൂലിയാസിന് പൗലോസ് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അതിന് സ്തോത്രം. നമ്മുടെ ജീവിതയാത്രയിൽ നാം ആരാണെന്ന് നമ്മളോട് കൂടെ യാത്ര ചെയ്യുന്നവർ മനസ്സിലാക്കുന്നുണ്ട്. നാം പറയുന്നതിനേക്കാൾ, നാം പ്രസംഗിക്കുന്നതിനേക്കാൾ ലോകം വീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. എല്ലാവരും ഓർക്കണം. അതുകൊണ്ടാണ് പിന്നീട് പൗലോസ് എഴുതുമ്പോൾ താൻ എഴുതിയത് നാം എല്ലാവരാലും വായിക്കപ്പെടുന്ന പത്രമാണെന്ന്. നമ്മുടെ ജീവിതത്തെയാണ് എല്ലാവരും വാച്ച് ചെയ്യുന്നത്, വായിക്കുന്നത്. നാം കൊടുക്കുന്ന ബൈബിളിനേക്കാൾ, നാം പ്രസംഗിക്കുന്ന പ്രസംഗത്തെക്കാൾ, നമ്മുടെ സംസാരത്തെക്കാൾ നമ്മുടെ ജീവിതത്തെ വായിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ജീവിതത്തെ നാം അതനുസരിച്ച് ക്രമീകരിക്കും. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സീദോനിൽ നിന്ന് ഏഷ്യ മൈനറിന്റെ തെക്കു ഭാഗത്തേക്ക്, അതായത് ഉള്ള തെക്കു ഭാഗത്തുള്ള തുറമുഖത്തേക്ക് കപ്പൽ പിന്നെയും പോയിക്കൊണ്ടിരുന്നു. പടിഞ്ഞാട്ട് യാത്ര ചെയ്യുക ആ സമയത്ത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. കാരണം ഇതൊരു ശീതകാലമാണ്. അതുകൊണ്ട് കാറ്റ് പ്രതികൂലമായി അടിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് ശീതക്കാറ്റ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനാൽ ഈ കപ്പൽ യാത്രക്കാർ നേരെ പടിഞ്ഞാട്ട് യാത്ര ചെയ്യുമ്പോൾ അത് ആ മെഡിറ്ററേനിയൻ കടലിൽ കൂടെയുള്ള യാത്ര അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായ ഒരവസ്ഥയിൽ വന്നു ചേരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മെഡിറ്ററേനിയൻ കടലിൽ, ആ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അവർ യാത്ര ചെയ്യുമ്പോൾ ശീതക്കാറ്റ് നിമിത്തം വിഷമകരമായി തീർന്നു എന്നാണ് 27-ാം അധ്യായത്തെ വായിക്കാം. ജീവിതത്തിലെ ആഞ്ഞടിക്കുന്ന കാറ്റ് നിമിത്തം യാത്ര വിഷമകരമായി തീർന്നു. ഒന്നാമത്തെ പ്രയോഗം, അവർ സാവധാനത്തിൽ യാത്ര ചെയ്തു. അവർ ഈ സാവധാനം യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. കാരണം കാറ്റ് അവർക്ക് പ്രതികൂലമാണ്. ജീവിതത്തിൽ പ്രതികൂലമാകുമ്പോൾ നമ്മൾ കാറ്റിനെതിരെയാണ് യാത്ര ചെയ്യുന്നതെന്ന് എപ്പോഴും ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ കാറ്റ് പ്രതികൂലമാകുമ്പോൾ നമ്മൾ കാറ്റിനനുസരിച്ചല്ല പോകുന്നത്. അതെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കാറ്റിന് പ്രതികൂലമായിട്ടാണ്, എതിരെയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കൊക്കെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ശക്തമായ നിലയിലുള്ള പ്രതികൂല കാറ്റുകൾ ഉയർന്നിട്ടുണ്ട്. നാം ആ കാറ്റിനനുസരിച്ച് പോവുകയല്ലായിരുന്നു ആ സമയത്ത് ചെയ്തത്. കാറ്റിന് എതിരെ നിന്നത് കൊണ്ടാണ് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നത്. അങ്ങനെ
ജീവിതയാത്രയിൽ ഒരു വ്യക്തി മുൻപോട്ട് പോകുന്നത് പോലെ തന്നെ ഈ പൗലോസിന്റെ യാത്രയെ നാം കാണണം. സീദോനിൽ നിന്ന് അവർ യാത്ര പുറപ്പെട്ട് ക്രേത്ത ദ്വീപിന് മറപറ്റി ഓടി എന്ന് നമ്മൾ വായിക്കും. ക്രേത്തയെ കുറിച്ച് വേദപുസ്തകത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ക്രേത്ത നിവാസികളെ കുറിച്ച് പറയുമ്പോൾ ക്രേത്തരായ മനുഷ്യർ എല്ലാവരും അസത്യവാദികളും തങ്ങളുടെ വയറിന് വേണ്ടി ജീവിക്കുന്നവരുമാണെന്നാണ് പിന്നീട് പൗലോസ് തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. ക്രേത്തർ സർവത്ര അസത്യവാദികളും പെരുവയറന്മാരുമാണ് എന്ന് പറഞ്ഞാൽ ആ ദ്വീപിന് മറപറ്റി ഓടി എന്ന് പറയുന്നതിന്റെ അർത്ഥം വെറുതെ എഴുതി വെച്ചിരിക്കുകയല്ല. അവിടേക്ക് പ്രവേശിക്കുന്നില്ല, അതിന് മറപറ്റി അവർ ഓടി. അങ്ങനെ ക്രേത്ത ദ്വീപിന് മറപറ്റി ദക്ഷിണ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നതായ ഈ കപ്പലിന് നേരെ അതിശക്തമായ കാറ്റുകൾ വീശാൻ തുടങ്ങി എന്നാണ് ഇവിടെ 27-ാം അധ്യായത്തിൽ കാണുന്നത്. ആ കാരണം ഇതൊരു ഒക്ടോബർ മാസമാണ്, ഇത് ശീതകാലമാണ്, യാത്ര വളരെ പ്രയാസമേറിയ സമയമാണ്. ഇവിടെ നമ്മൾക്ക് പൗലോസിനെ ഒരു ഉപദേഷ്ടാവായി കാണാൻ കഴിയും. നോക്കുക, ആ 27-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് അതിന്റെ 10-ാമത്തെ വാക്യം നോക്കിയാട്ട് ഇവിടെ പൗലോസിനെ നമുക്കൊരു ഉപദേഷ്ടാവായി കാണാൻ കഴിയും. 10-ാം വാക്യം വായിച്ചാൽ, പൗലോസ് പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. നോക്കുക, ഞാനൊരു തടവുപുള്ളിയാണ്, മറ്റുള്ളവരെ കൊണ്ടുപോകുന്ന വധശിക്ഷയ്ക്ക് വേണ്ടിയാണ് റോമിൽ വിസ്തരിപ്പാൻ കൊണ്ടുപോകുന്ന ഒരു തടവുകാരൻ ഇപ്പോൾ ഒരു പ്രബോധകനായി മാറിയിരിക്കുകയാണ്. ആ കപ്പലിലുള്ളവർ മുഴുവനും കേൾക്കത്തക്കവണ്ണം തനിക്കൊരു അവസരം ലഭിച്ചു. താൻ ഇങ്ങനെ പറഞ്ഞു, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് പൗലോസ് അതിശക്തമായ നിലയിൽ ഒരു മുന്നറിയിപ്പ് അവർക്ക് നൽകി. ദൈവം കപ്പലിൽ വെച്ച് പൗലോസിന് ഒരു ദൂത് നൽകി. അവന് സ്തോത്രം. ഒരു ദൂത് ഒരുവന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന് വേദി ദൈവമാണ് ഒരുക്കുന്നത്. ദൈവം ഒരു ദൂത് കൊടുത്തെങ്കിൽ ദൈവം ഒരു വേദി ഒരുക്കുന്നവനാണെന്ന് ഓർക്കണം. ഇത് ദൈവമക്കൾ എല്ലാവരും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ ഓർക്കണം. നിങ്ങളുടെ പക്കൽ ദൈവം ഒരു ദൂത് ഏൽപ്പിച്ചെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വേദി ഒരുക്കി തരും. നിങ്ങൾ വേദി അന്വേഷിച്ച് നടക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഒരു വേദി ദൈവം ഒരുക്കി തരും. പൗലോസ് അവരോട് പറഞ്ഞു. പക്ഷേ കപ്പലിൽ യാത്ര ചെയ്യുന്ന അഥവാ കപ്പിത്താനും കപ്പലിനെ നിയന്ത്രിക്കുന്ന അതിന്റെ പ്രധാന ആളുകളും അത്ര ക്ഷമിക്കൊണ്ടില്ല. അവർ പിന്നെയും യാത്ര ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ മുഖവിലേക്ക് അത് എടുത്തില്ല. ഇത് പൗലോസ് പറഞ്ഞത് ദൈവത്തിന്റെ ആലോചനയായിരുന്നു. ശീതകാലം അവിടെ കഴിക്കണമെന്ന് പൗലോസോട് പറഞ്ഞു. പക്ഷെ ഫൊനിക്കയിൽ ശീതകാലം കഴിക്കുവാൻ അനുയോജ്യമായ ഒരു തുറവമായിരുന്നു. പക്ഷെ ഈ സമയം തെക്കൻ കാറ്റ് മന്ദമായി വീശുവാൻ തുടങ്ങി എന്ന് 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. തെക്കൻ കാറ്റ് മന്ദമായി ഊതുവാൻ തുടങ്ങി. നൊയമ്പും കഴിഞ്ഞു. അടുത്ത യാത്രയ്ക്കായി ഇവർ ഒരുങ്ങുകയാണ്. ഇവിടെ നൊയമ്പെന്ന് പറയുന്നത് മഹാപാപപരിഹാര ബലിയെ കുറിച്ചാണ്. അതും കഴിഞ്ഞൊരു സമയമാണ്. ഒക്ടോബർ കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലേക്ക് വരികയാണ്. യാത്ര മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മളൊരു പദപ്രയോഗത്തോട് വായിക്കുന്നു. കുറെ കഴിഞ്ഞിട്ട് കപ്പലിന് വിരോധമായി ഈശാനമൂലം കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. ജീവിതത്തിന്റെ യാനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ജീവിതമാകുന്ന യാനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ നിരവധി സംഭവങ്ങളാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്നത്. കാറ്റ് ആദ്യം പ്രതികൂലമായിരുന്നു, യാത്ര മന്ദമായിരുന്നു, ചിലതിനെ മറപറ്റി ഓടേണ്ടതായിട്ട് വന്നു. അവിടുന്ന് മുൻപോട്ട് പോയി.
പ്രതികൂലങ്ങൾ ഉണ്ടായി, ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഇപ്പോൾ ഈശാനമൂലൻ അതിശക്തമായി അടിച്ചു. ഈശാനമൂലൻ എന്ന് പറയുന്നത് അത് ഒരു നമ്മുടെ ജീവിതത്തിൽ അത് സൗത്ത് വിൻഡ് എന്ന് പറയുന്ന കാറ്റിനെയാണ് ഇവിടെ ഈശാനമൂലൻ എന്ന് വിളിച്ചിരിക്കുന്നത്. സൗത്ത് വെസ്റ്റിൽ നിന്ന് ഉണ്ടാകുന്നതായ അത് തെക്കു പടിഞ്ഞാറ് നിന്ന് അടിക്കുന്നതായ അതിശക്തമായ കാറ്റിനെയാണ് ഈശാനമൂലൻ എന്ന് വിളിച്ചിരിക്കുന്നത്. തെക്കു പടിഞ്ഞാറ് നിന്ന് ആ കാലങ്ങളിൽ അടിച്ചുകൊണ്ടിരുന്നതായ ചുഴലിക്കാറ്റാണ് അല്ലെങ്കിൽ തൂഫാനാണ് ഇവിടെ ഈശാനമൂലൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു കൊടുങ്കാറ്റിന്റെ പേരാണ്. കൊടുങ്കാറ്റ് അതിശക്തിയായി അടിക്കുമ്പോൾ കപ്പൽ യാത്ര വളരെ പ്രയാസമേറിയ കാര്യമാണ്. കാരണം കാറ്റിന്റെ ഗതി അനുസരിച്ച് കപ്പൽ പോകുകയുള്ളൂ. അതിനനുസരിച്ച് ഒന്നുകിൽ പായ് ഉടനെ ചുരുട്ടിക്കെട്ടണം, ഇല്ലെങ്കിൽ ആ കപ്പൽ കാറ്റിന്റെ ഗതി അനുസരിച്ച് പോകും. അങ്ങനെ യാത്ര പ്രതികൂലമായി തീർന്ന ഒരവസ്ഥ ഇവിടെ കാറ്റ് ആദ്യമായി മന്ദമായി വീശിയെന്നും അത് താമസിക്കാതെ ഭീകരമായി മാറിയെന്നും അത് പാറിപ്പോയെന്നും ഒക്കെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ എവിടേക്ക് പോകുന്നു എന്നറിയാതെ ആപൽക്കരമായ ഒരു സന്ധിയിൽ പൗലോസ് എത്തിച്ചേർന്നു. ഇവിടെ ദൈവമക്കളെ സംബന്ധിച്ചൊരു ദൂത് മനസ്സിലാക്കണം. ജീവിതം എന്നും സ്മൂത്തായിരിക്കയില്ല, ജീവിതം എന്നും സന്തോഷകരമായിരിക്കയില്ല. ജീവിതമാകുന്ന കപ്പലിന് എതിരെ ഈശാനമൂലൻ അടിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകുന്നവരാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഈ 2020 മാത്രം അതിശക്തമായ കാറ്റുകൾ അനേക കുടുംബങ്ങളിൽ അടിച്ചു. നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്ന പലരും വിട്ടുപിരിഞ്ഞു പോയി. നാം അറിയുന്ന പലരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പല കുഞ്ഞുങ്ങൾ അമ്മമാരില്ലാതായി തീർന്നു. പല കുഞ്ഞുങ്ങൾ അവരുടെ പിതാക്കന്മാരില്ലാത്തവരായി തീർന്നു. ജീവിതത്തിൽ മരണം ഒരു സ്വൈത് സംഭവിച്ചു. അനേകരുടെ ജോലി നഷ്ടപ്പെട്ടു. അനേകരുടെ ജീവിതത്തിൽ ഭാരമുണ്ടായി. ഇങ്ങനെയുള്ളതായ കൊടുങ്കാറ്റിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആടി ഉലയുന്ന അനേക ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയൊക്കെയും ഈ ഭാഗം വായിച്ച് ധൈര്യപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. കാറ്റ് അടിക്കാൻ തുടങ്ങിയത് മന്ദമായി വീശി, താമസിക്കാതെ കാറ്റ് ഭീകരമായി തീർന്നു. എന്നാൽ ദൈവാലോചന ഇതിന്റെ നടുവിലുണ്ട്. അവർ ദൈവാലോചന കേട്ടിരുന്നെങ്കിൽ അവർക്ക് ആ പഴയ തുറമുഖത്ത് അവിടെ നങ്കൂരം വെച്ച് കിടക്കാമായിരുന്നു. ദൈവം ആ സംസാരിച്ച ആലോചന അവർ തിരസ്കരിച്ചു. പക്ഷെ പൗലോസ് പറഞ്ഞത് എന്താണ്? ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല, നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ നഷ്ടകഷ്ടങ്ങൾ വരും എന്ന മുന്നറിയിപ്പ്. വന്നേക്കുമെന്നല്ല, വരാൻ സാധ്യതയുണ്ടെന്നുമല്ല, തീർത്ത് ദൂത് പറഞ്ഞതാണ്. കഷ്ടതയുണ്ടാവും, പ്രതികൂലമുണ്ടാവും, കപ്പലിന് ഛേദം സംഭവിക്കും. പക്ഷേ നമ്മുടെ പ്രാണനെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിനാണ് ദൂതെന്ന് പറയുന്നത്. അതിന് സ്തോത്രം. ദൈവം ഒരു കാര്യം സംസാരിച്ചാൽ അത് അതുപോലെ സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഇനി 14 വാക്യം മുതൽ 20 വാക്യം വരെയുള്ള ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. പെട്ടെന്ന് ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 14 വാക്യം മുതൽ ഒരു 4-5 വാക്യങ്ങൾ പെട്ടെന്ന് സഹോദരി വായിക്കാം. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടു അങ്ങനെ പാറിപ്പോയി. ക്ലൗദ എന്ന ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി. അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടി മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണത്തിട്ടമേൽ അകപ്പെടുമെന്ന് പേടിച്ച് പായ് ഇറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുകൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് ഇരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള
ഒക്കെയും അറ്റുപോയി. ഇത് അദ്രിയാക്കടലിൽ നേരെ പടിഞ്ഞാട്ടുള്ളതായ യാത്രയാണ്. ഈശാനമൂലൻ എന്ന കാറ്റടി ശക്തിയായി അടിച്ചു. ആ കൊടുങ്കാറ്റിൽ കപ്പലിന് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഞങ്ങൾ പാറിപ്പോയി എന്ന് പറഞ്ഞാൽ ഗതി മാറിപ്പോയി. എങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല. രാത്രി അറിയത്തില്ല, പകലും അറിയത്തില്ല. കാരണം കാർമേഘ പടലങ്ങൾ കയറിക്കിടക്കുകയാണ്. കോൾഡ് വിൻഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനരാത്രങ്ങൾ മുൻപോട്ട് പോവുകയാണ്. കപ്പലിന്റെ ചരക്ക് എടുത്ത് വെള്ളത്തിൽ കളഞ്ഞു. കാരണം കപ്പലിന് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. ആഹാരം കഴിക്കുവാൻ കഴിയുകയില്ല. ആടി ഉലയുന്ന കപ്പലിലാണ് അവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെ 14 രാത്രികളും 14 പകലും നീണ്ടുപോയി. 14 ദിവസത്തെ ഉപവാസം, 14 ദിവസത്തെ പട്ടിണി. ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ ജനം അകപ്പെടുത്താൽ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പൗലോസിന്റെ ജീവിതവുമായി നമ്മുടെ ജീവിതം ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. കഴിഞ്ഞ 14 രാത്രിയായി കരയെവിടെയാണ്, കടലിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുകയില്ല. എവിടെ നോക്കിയാലും ഓളങ്ങൾ ഉയരുന്നുണ്ട്. കൊടുങ്കാറ്റ് ശക്തിയായി വീശുന്നുണ്ട്. തണുത്ത കാറ്റ് അതിശക്തിയായി മൂളി അടിക്കുന്നുണ്ട്. ആഹാരം കഴിക്കുവാൻ കഴിയുന്നില്ല. കപ്പലിലുള്ള സാധനങ്ങളൊക്കെ കടലിൽ വലിച്ചെറിഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ ഇപ്പോൾ പൗലോസിനെ നമ്മൾ കാണുന്നത് ഒരു പ്രോത്സാഹനക്കാരനായിട്ടാണ്. ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനുഷ്യനായി കാണാൻ കഴിയും. ഒന്നാമത് നമ്മൾ പൗലോസിനെ കണ്ടത് 27-ാം അധ്യായത്തിൽ ഒരു ഉപദേഷ്ടാവായിട്ടാണ്. ഇവിടെ നിങ്ങൾ പൗലോസിനെ കാണുന്നത് ഒരു പ്രോത്സാഹനക്കാരനായിട്ടാണ്. 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പൗലോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 21-ാം വാക്യം നോക്കേണ്ട. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. പ്രതികൂലത്തിന്റെ നടുവിൽ വന്നപ്പോൾ അവരെ ആദ്യം പഠിപ്പിക്കുകയല്ല, അവരെ പ്രബോധിപ്പിക്കുകയാണ്, അവരെ ആശ്വസിപ്പിക്കുകയാണ്. പ്രബോധനം എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ്. ചില ജീവിതങ്ങളിൽ ചിലരെ ആദ്യം പിടിപ്പിക്കുന്നത് കാണാൻ കഴിയും. രോഗിയെ കാണാൻ ചെന്നാൽ ആ രോഗത്തിന്റെ കാഠിന്യം എന്താണെന്ന് ആദ്യം അവരോ പറഞ്ഞു കേൾപ്പിക്കുക. ഒരു പ്രശ്നത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ ചെന്നാൽ ഇങ്ങനെയുള്ളതായ പ്രതികൂലങ്ങളുടെ നടുവിൽ വന്നവരൊക്കെ തളർന്നു പോയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആദ്യം എടുപ്പിക്കുന്ന ആ പ്രകൃതി ദൈവമക്കൾക്ക് പറ്റിയതല്ല. ദൈവമക്കൾ എപ്പോഴും ശാന്തമായ നിലയിൽ നമ്മൾ ഒരാളെ സഹിച്ചാൽ, നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നാൽ, നമ്മൾ ഒരാളോട് കൗൺസിലിങ്ങിനായി ഇടപെട്ടാൽ അവരുടെ ജീവിതത്തിൽ അവരെ ആശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു പ്രകൃതി ദൈവമേ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പൗലോസ് ഈ സമയത്ത് അവരെ ആദ്യം പിടിപ്പിക്കുകയല്ല, അവരെ ആശ്വസിപ്പിക്കുകയാണ്, ധൈര്യപ്പെടുത്തുകയാണ്. അവരെ വിളിച്ചത് കേൾക്കുക. പുരുഷന്മാരെ, എന്റെ വാക്ക് അനുസരിച്ച് ക്രേത്തയിലെ ആ തുറമുഖത്തിന്റെ പേര് ശുഭ തുറമുഖം എന്നാണ്. അവിടെ നിന്ന് യാത്ര തിരിക്കാതിരുന്നെങ്കിൽ ഈ കഷ്ടനഷ്ടങ്ങൾ ഒന്നും വരികയില്ലായിരുന്നു. എങ്കിലും നിങ്ങൾ ചെയ്തു. ഇനിയുമെങ്കിലും ധൈര്യപ്പെട്ടിരുത്തി, നിങ്ങളുടെ പ്രാണന് ഒരു ഹാനിയും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവരോട് താൻ പറയുന്നത് നിങ്ങളുടെ പ്രാണന് ഒരു ഹാനിയും വരികയില്ലെന്ന് പറയുവാനുള്ള കാരണം തന്റെ ജീവിതത്തിലെ പ്രത്യാശയാണ്. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, പൗലോസേ, ഞാൻ നിന്നെ റോമിൽ എത്തിക്കുമെന്ന്.
അതുകൊണ്ട് ഈ കപ്പൽ കടന്നു ഉലഞ്ഞാലും കാറ്റ് ശക്തിയായി വീശിയാലും ഇതിനകത്ത് വെള്ളം അടിച്ച് കയറിയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്നോട് ഒരുവൻ അരുളി ചെയ്തിട്ടുണ്ട്, നീ റോമിൽ എത്തുമെന്ന്. തനിക്ക് ലഭിച്ച വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നത്. ഇവിടെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ധൈര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മധൈര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുക. നമ്മളിൽ ഇല്ലാത്തത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് അർത്ഥമൊന്നുമില്ല. ഒരിക്കലും ഒരാളിൽ നിന്ന് പായസം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വളരെ സരസമായ നിലയിൽ സംസാരിച്ചു. എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നത്, എന്തെല്ലാമാണ് പായസത്തിലെ ചേരുവ, ഇതെല്ലാം പറഞ്ഞ് പ്രസംഗിച്ചു. ഒരു നല്ല പ്രസംഗം പായസത്തെ കുറിച്ച്. യോഗം കഴിഞ്ഞ ഒരാൾ ചെന്ന് അടുത്ത് ചെന്ന് ഇദ്ദേഹത്തിന് ചോദിച്ചു, ആട്ടാവ്, താങ്കൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ പായസം താങ്കൾ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ കുടിച്ചിട്ടുമില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല, പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ജീവിതത്തിൽ എന്തെല്ലാം വിളിച്ചു പറയുന്നവരുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ അനുഭവമില്ലാത്ത എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി അല്ല പൗലോസ്. തന്റെ ജീവിതത്തിലെ അനുഭവമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. താൻ ഇവിടെ ഒരു പ്രോത്സാഹകനായിട്ട് മാറുകയാണ്. പൗലോസ് ആദ്യം ഒരു റോമൻ തടവുകാരനായിരുന്നു. രണ്ടാമത് പൗലോസ് ജനത്തിന്റെ നടുവിൽ ഒരു ഉപദേഷ്ടാവായിരുന്നു. മൂന്നാമത് ഇപ്പോൾ പൗലോസ് ജീവിതത്തിൽ ഒരു പ്രോത്സാഹകനാണ്. ഇനിയും നമുക്ക് പൗലോസിനെ കാണുവാൻ കഴിയുന്നത്, ഈ കപ്പൽ അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസിനോട് പറയേണ്ട, സഹോദരന്മാരെ, ഭയപ്പെടരുത്, ധൈര്യമായിരിക്കും. കാരണം ഇന്നലെ രാത്രി ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായവൻ എന്നോട് ധൈര്യമായിരിക്കും. ഇന്നലെ രാത്രി ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായവൻ എന്നോട് സംസാരിച്ചു. ഞാനത് കണ്ടെന്നോ ഞാനിങ്ങനെ ഒരു വെളിപ്പാടുണ്ടായിരുന്നതല്ല, പിന്നെയോ ദൈവം എന്നോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നോട് സംസാരിച്ചു. ദൈവം എന്നോട് നേരത്തെ സംസാരിച്ചു, നീ കൈസരുടെ മുമ്പിൽ നിൽക്കുമെന്ന്. ദൈവം എന്നോട് നേരത്തെ സംസാരിച്ചു, നീ റോമിൽ എത്തിച്ചേരുമെന്ന്. ഇന്നലെ രാത്രി ദൈവം എന്നോട് സംസാരിച്ചു, അതെ, നീ ധൈര്യമായിരിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതാണ്ട് 14 ദിവസം, 2 ആഴ്ച കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് സ്തോത്രം ചെയ്ത് നമുക്ക് ഭക്ഷണം അതെ അപ്പം നുറുക്കി നമുക്ക് ഭക്ഷിക്കാം എന്ന് പറഞ്ഞ് അവർ ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഒരു ശക്തമായ മുന്നറിയിപ്പുകാരനായി ഇവിടെ പൗലോസിനെ നമ്മൾ കാണുന്നു. 27-ാം വാക്യം നോക്കുക, വീണ്ടും വായിച്ചാണ്ട് സിസ്റ്ററെ. 14-ാം രാത്രിയായപ്പോൾ ഞങ്ങൾ അദ്രിയക്കടലിൽ അലയുന്നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയമിട്ട് 20 മാർന്ന് കണ്ടു. കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയമിട്ട് 15 മാർന്ന് കണ്ടു. പാറസ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്തു നിന്നും 4 നങ്കൂരം ഇട്ടു. നേരം വെളുപ്പാൻ ആഗ്രഹിച്ചു കൊണ്ടു. എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോവാൻ വിചാരിച്ച് അണിയത്തു നിന്ന് നങ്കൂരം ഇടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ കടലിൽ ഇറക്കി. അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. പടയാളികൾ തോണിയുടെ കയററുത്ത് അത് വീഴ്ച കളഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിനെ അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും കഴിക്കാതെ. കർത്താവിന് സ്തോത്രം. അദ്രിയക്കടലിൽ അഥവാ മെഡിറ്ററേനിയൻ കടലിൽ എങ്ങോട്ടെന്ന് അറിയാൻ വയ്യാതെ ഈ പടയാളികളെയും വഹിച്ച് തടവുപുള്ളികളെയുമായി യാത്ര ചെയ്യുന്ന യാനം 14 രാത്രിയായി ഒരുപോലെ കടലിൽ ആടി ഉലയി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അവർ ഏകദേശം ഏതോ ഒരു ദ്വീപിനടുക്കുന്നു എന്ന് മനസ്സിലാക്കി തന്ത്രപരമായി തോണി ഇറക്കി അതിൽ കയറി രക്ഷപ്പെടുവാൻ അതിലുണ്ടായിരുന്ന ആ
തടവുകാർ പരിശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പൗലോസ് അക്കാര്യം മനസ്സിലാക്കി. ശതാധിപൻ അക്കാര്യം മനസ്സിലാക്കി. അവിടെ ഒരു പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ തടവുകാരെ മുഴുവനും കൊന്നുകളയണം എന്ന് ഒരു പ്രഖ്യാപനം നടക്കും. അങ്ങനെയാണെങ്കിൽ ആരെയും കൊല്ലണം? പൗലോസിനെയും കൊല്ലണം. കപ്പലിൽ ഛേദം സംഭവിച്ച് കടലിൽ ഒടുങ്ങിപ്പോകും എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത്, കപ്പലിൽ നിന്ന് തടവുകാർ ഓടി രക്ഷപ്പെടുന്നു എന്ന് മനസ്സിലാക്കി സകല തടവുകാരെയും അവിടെ വെച്ച് കഴുത്ത് കണ്ടിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അതിൽ പൗലോസ്. എന്നാൽ ആ ശതാധിപൻ ചെയ്ത കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ തോണി പൗലോസിനെ രക്ഷിപ്പാൻ ഒന്നുകൂടെ വായിച്ച സിസ്റ്ററെ, പൗലോസിനെ ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്ത് നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാൻ. ആ റോമൻ ശതാധിപൻ പൗലോസിനെ രക്ഷിപ്പാൻ അവരുടെ ഗൂഢാലോചനകളെ തടുത്തു കളഞ്ഞു. ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന രംഗങ്ങൾ ഇതാണ്. ആ ശതാധിപൻ അത് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ അവിടെ വെച്ച് പൗലോസും മരിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ള തടവുകാരെ വെട്ടിക്കൊല്ലുന്നത് പോലെ അവനെയും വെട്ടിക്കൊന്ന് കടലിൽ തള്ളാമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിപാടി വേറെയാണ്. ദൈവം തന്റെ ഭക്തന് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞൊരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വാക്യം യെശയ്യാപ്രവചനത്തിൽ നിങ്ങളെ ഓർപ്പിച്ചു. നിനക്കെതിരായി വരുന്ന ഒരാലോചനയും ഫലിക്കയില്ല. നിനക്കെതിരായി ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ശത്രു ഉണ്ടാക്കിയ ആയുധം പൗലോസിനെതിരായി, അത് ഉണ്ടാക്കിയ ആയുധം പൗലോസിനെ കൂടെ കൊന്നുകളയണമെന്നുള്ളതാണ്. എന്നാൽ അവിടെ വെച്ച് അത് സംഭവിച്ചില്ല. യെരൂശലേമിൽ വെച്ച് അവനെ കൊന്നുകളയണം എന്ന് 40 പേർ ശപഥമെടുത്തു. അത് നടന്നില്ല. കൈസരിയിൽ നിന്ന് യെരൂശലേമിലെ കൊണ്ടുവരുന്ന വഴിയിൽ വെച്ച് അവനെ കൊന്നുകളയണം എന്ന് അവർ പ്ലാൻ ചെയ്തു. അതും നടന്നില്ല. സമുദ്രത്തിൽ കൊടുങ്കാറ്റടിച്ചു. അവിടെ വെച്ച് അവനെ തകർത്ത് കളയണമെന്ന് ഉഗ്രമായ കൊടുങ്കാറ്റിൽ കൂടെ ദുഷ്ടൻ ചിന്തിച്ചു. എങ്കിലും നടന്നില്ല. ഇപ്പോൾ സകല ജനത്തിന്റെയും നടുവിൽ വെച്ച് അവനെ ഒടുക്കി കളയുവാനായി പരിപാടിയിട്ടു. പക്ഷെ നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എത്രയോ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒടുക്കിക്കളയും എന്ന് പറഞ്ഞ് വാതികത്തിൽ നിന്ന് അന്ധകാര ശക്തികളുടെ നടുവിൽ നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവകൃപയുടെ ശക്തിക്കായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത യാത്രയിൽ ഒടുക്കിക്കളയേണ്ടതിന്, നശിപ്പിച്ചു കളയേണ്ടതിന് വാതികത്തിൽ നിന്ന് പ്രവൃത്തിയുടെ നടുവിൽ, ദുഷ്ടന്റെ നടുവിൽ നമ്മെ സംരക്ഷിച്ച ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതെന്റെ ജീവിത അനുഭവം കൂടെയാണ്. ആമേൻ. കേരളത്തിൽ വെച്ച് 2 പ്രാവശ്യം വിഷപ്പാമ്പിന്റെ ദംശനമേറ്റവനാണ് ഞാൻ. എന്നാൽ 2 പ്രാവശ്യവും ഞാൻ മയങ്ങി മരിച്ചു പോകുമെന്ന സ്ഥിതിയിലെത്തിയെങ്കിലും സർവശക്തനായ ദൈവം അത്ഭുതകരമായി ആ 2 പ്രാവശ്യം എനിക്ക് വിടുതൽ തന്നു. അതിന് സ്തോത്രം. 1 പ്രാവശ്യം കൽക്കട്ടയിൽ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഞാൻ തെറിച്ച് താഴെ വീഴാനിടയായി. അവിടെയും ദൈവം അത്ഭുതകരമായി എന്നെ സൃഷ്ടിച്ചു. അമേരിക്കയിൽ വെച്ച് 4-5 പ്രാവശ്യത്തെ കാർ അപകടങ്ങൾ ഉണ്ടായി. ഏറ്റവും ഗുരുതരമായ നിലയിൽ ഉള്ള കാർ അപകടങ്ങളിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. ഇന്നും ജീവനോട് ഇരിക്കുന്ന ദൈവത്തിന്റെ കൃപ എന്ന് മാത്രമാണ്. ഇത് എന്നെ കേൾക്കുന്ന അനേക ജീവിതങ്ങളുടെ സാക്ഷ്യങ്ങളോട് ബന്ധപ്പെട്ടതാണ്. ദൈവം നിങ്ങളെ അതാത് സമയങ്ങളിൽ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, ദൈവം നിങ്ങളെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ആരും ഭൂമുഖത്തുണ്ടായിരിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സംരക്ഷണം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പാറിപ്പോയ കപ്പൽ ഇപ്പോൾ നശിച്ചു പോകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഒരു മണൽത്തിട്ടയിൽ ചെന്ന് ഇടിച്ചു. കപ്പിത്താൻ
അത് കപ്പലിലുണ്ടായിരുന്ന ശതാധിപൻ ഒരു ഓർഡർ ഇട്ടു, നീന്തി രക്ഷപ്പെടുവാനുള്ള എല്ലാവരും നീന്തി രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. പൗലോസ് എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം. അവര് നീന്തി രക്ഷപ്പെട്ട് മാൾട്ട എന്ന് പറയുന്ന ദ്വീപിൽ എത്തിച്ചേർന്നു. പൗലോസ് മാത്രമല്ല, ആ കപ്പലിൽ ഉണ്ടായിരുന്ന മൊത്തം 276 പേരും രക്ഷപ്പെട്ട് ആ മെലിത്ത എന്ന് പറയുന്ന ദ്വീപിൽ എത്തിച്ചേർന്നു. ഇന്ന് മെലിത്ത അല്ലെങ്കിൽ അതിന്റെ പേര് മാൾട്ട എന്നാണ്. അവിടെ എത്തിയാൽ അത് പൗലോസിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു തുറമുഖം നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. പാറക്കെട്ട് കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം. അതിന്റെ ഒരു തുറമുഖത്തിന് അത് പൗലോസിന്റെ പേരാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. മനോഹരമായ പാറക്കെട്ടുകൾ, പച്ച പർവ്വതാനി വിരിച്ചതുപോലെയുള്ളതായ ഒരു സ്ഥലം. അവിടെ ചെന്ന് കയറുവാൻ ഇടയായി. കർത്താവ് അനുവദിച്ചാൽ നാളെ ആ ഭാഗം നമുക്ക് ചിന്തിക്കാം. ജീവിതയാത്രയിൽ അനേക പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും അവിടെയെല്ലാം സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ പരിപാലനമാണ് എന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. 4 പ്രത്യേക കാര്യങ്ങൾ ഞാൻ ഇതിനകത്തൊന്ന് ഊന്നി പറഞ്ഞ് നിർത്തട്ടെ. 1, ദൈവത്തിന്റെ മാറാത്ത നിരന്തരമായ സാന്നിധ്യം. ദൈവത്തിന്റെ മാറാത്ത നിരന്തരമായ സാന്നിധ്യം. കൈശ്വര്യയിൽ നിന്ന് മാൾട്ടായിൽ എത്തിച്ചേരുന്നത് വരെ ദൈവത്തിന്റെ മാറാത്ത നിരന്തരമായ സാന്നിധ്യം പൗലോസ് കൂടുതലും അനുഭവിച്ചു. 2, തക്ക സമയത്ത് ദർശനവും വാക്തത്വവും നൽകി പ്രോത്സാഹിപ്പിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിപാലനം. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ തക്ക സമയത്ത് ദർശനവും വാക്തത്വവും നൽകി നടത്തുന്ന ദൈവത്തിന്റെ പരിപാലനം. പൗലോസ് പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. ഇന്നലെ രാത്രി ഞാൻ സേവിച്ചു നിൽക്കുന്നവന് എന്റെ ഉടയവനുമായവൻ എന്നോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളിൽ ഇടപെടുന്ന ദൈവത്തിന്റെ പരിപാലനം. 3, ദൈവം നമ്മെ ഒരു ദൂത ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്താവിക്കുവാൻ നമുക്ക് വേണ്ടി ദൈവം ഒരു വേദി ഒരുക്കും. പൗലോസിന്റെ പക്കൽ ഒരു ദൂത് ദൈവം ഏൽപ്പിച്ചപ്പോൾ പൗലോസ് കപ്പലിന്റെ തട്ടിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, പുരുഷന്മാരെ ധൈര്യമായിരിപ്പേൻ, നിങ്ങളുടെ പ്രാണന് ഹാനി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഏൽപ്പിക്കുന്ന ദൂതിന് ദൈവം തന്നെ വേദി ഒരുക്കി തരുന്ന ദൈവമാണ്. എന്ന് പറഞ്ഞാലും ചിന്തിക്കുക, ദൈവം എന്റെയും നിങ്ങളുടെ ഒരു ദൂത് ഏൽപ്പിച്ചെങ്കിൽ ഒരു വേദിയുടെ ഒരുക്കി തരുവാൻ കഴിയുന്ന ദൈവമാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 4ാമത്തെ കാര്യം, ദൈവം നമ്മോട് അരുളി ചെയ്ത കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ ദൈവത്തിന്റെ സമയത്ത് സംഭവിക്കും. അത് പൗലോസിനോട് ദൈവം പറഞ്ഞ കാര്യമാണ്. ഞാൻ നിന്നോട് അരുളി ചെയ്ത കാര്യം അത് ആ സമയത്ത് സംഭവിക്കും. ദൈവം എന്തെങ്കിലും നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സമയത്ത് സംഭവിക്കും. അതുവരെ കാത്തിരിക്കുക, അതുവരെ വെയിറ്റ് ചെയ്യുക. ദൈവത്തിന്റെ സമയത്ത് സംഭവിക്കും. നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയമാണ്. നമ്മുടെ പ്ലാൻ അല്ല ദൈവത്തിന്റെ പ്ലാൻ. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ആ കാര്യം ചെയ്യും. ഈ എളിയവന്റെ ജീവിതത്തിൽ എന്നോട് സംസാരിച്ച അനേക കാര്യങ്ങൾ ദൈവം തക്ക സമയത്ത് അത് ചെയ്തു തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിവിടെ നിർത്തട്ടെ. മിഷൻ ചിന്താഗതിയിൽ വിപ്ലവകരമായ ഒരു മാറ്റം വരുത്തുവാൻ ഈ ഗ്രന്ഥത്തിന് നമ്മളെ കഴിയും. ആകയാൽ മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വായിക്കേണ്ട ഗ്രന്ഥം അപ്പോസ്തല പ്രവൃത്തിയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തി വയ്ക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.